ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ഡെൽറ്റ ടി എഫ് മെത്തേഡ്, by delta TF method. Okay, delta TF is equal to Kf into m. നേരത്തെ എലവേഷൻ ഓഫ് വോളിയം പോലെ ചെയ്തപ്പോൾ ഉപയോഗിച്ച അതേ ഐഡിയ, സ്മോൾ എം ഈക്വൽ ടു N2 by W1 moles per kilogram, N2 equal to W2 by M2. W2 mass of solute, M2 molecular mass of solute. Then small w1 എന്ന് പറഞ്ഞാൽ മാസ് ഗ്രാമിൽ. അത് ആ സ്മോൾ w1നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്യാപിറ്റൽ w1 ബോർഡിൽ എഴുതിയിരിക്കുന്ന w1 കിട്ടും, അത് കിലോഗ്രാമിൽ. ഈ രണ്ട് ഐഡിയയും ഉപയോഗിച്ചാൽ m is equal to W2 by M2 by W1 by 1000. ഓക്കെ, ഇത് നേരത്തെ എഴുതി അതേ ആണ് അവിടെ ഞാൻ പെട്ടെന്ന് എഴുതുന്നുണ്ട്. 1000 W2 by W1 M2. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു 1000 W2 by W1 M2. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് M2 ഈക്വൽ ടു എന്താ കിട്ടുക? M2 ഈക്വൽ ടു 1000 KF W2 by W1 ഡെൽറ്റ ടി എഫ്. ഓക്കെ, ഇതാണ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇത് പഠിച്ചു നോക്കാം. അപ്പോൾ 1000 KF W2 ഡിവൈഡ് ബൈ W1 ഡെൽറ്റ ടി എഫ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് രണ്ട് കൊളിഗേരി പ്രോപ്പർട്ടിയാണ് ബാക്കിയുള്ളത്. അതിലൊന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ റൗൾസ് ലോ പ്രകാരം ടോട്ടൽ വേപ്പർ പ്രഷർ പി എസ് ഈക്വൽ ടു P01 x1 പ്ലസ് P02 x2 ആണ്. നമ്മൾ പഠിച്ചല്ലേ? സപ്പോസ് ദി സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ. നോൺ വോളറ്റൈൽ ആണെങ്കിൽ അത് വേപ്പറായി മാറുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന് പ്രഷർ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതായത് if the solute is non volatile, what is solute 2 അല്ലേ? What is P02? P02 equal to 0. അപ്പോൾ P02 x2 എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പോൾ what is PS equal to P01 x1. പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ what is PS by P01 is equal to x1. അങ്ങനെയാണെങ്കിൽ PS by P01 equal to x1 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 minus PS by P01 എന്നായിരിക്കും is equal to 1 minus x1. ശരിയല്ലേ? 1 minus PS by P01 equal to 1 minus x1. എന്താ ഈ 1 minus x1? x2. അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 1 minus PS by P01 equal to 1 minus x1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 minus x1 is equal to x2 എന്ന് എഴുതാം. അപ്പോൾ what is 1 minus PS by P01 equal to x2. അപ്പോൾ P01 minus PS by P01 equal to x2. ഓക്കെ, ഇനി എന്താ P01? P01 equal to vapor pressure of pure solvent. എന്താ PS? Total vapor pressure of solution. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഈ P01 മൈനസ് PS? അതിന് ഡെൽറ്റ പി തരും. അത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയും. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, so what is lowering of vapor pressure? The difference between vapor pressure of pure solvent and vapor pressure of solution is called lowering of vapor pressure. So what is lowering of vapor pressure? പറഞ്ഞേ.
the difference between vapor pressure of pure solvent and vapor pressure of solution is called lowering of vapor pressure. Delta P divided by P naught 1. ഇതാണ് relative lowering of vapor pressure. Relative lowering of vapor pressure. അപ്പോൾ എന്താ? The ratio between the ratio between lowering of vapor pressure and vapor pressure of pure solvent is called relative lowering of vapor pressure. Relative lowering of vapor pressure. Okay. ഇനി ആ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ ഇത്, അത് ഈക്വൽ ടു x2 അല്ലേ. അപ്പോൾ therefore എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ of the solution is equal to the mole fraction of the solute. Okay, clear? For examine ചോദിക്കും, show that the relative lowering of vapor pressure of the solution is equal to the mole fraction of the solute. ഇതുപോലെ ഡിറൈവ് ചെയ്യണം. ഐഡിയ ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. ഇനി പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് ഇതാണ്, ഫൈൻഡ് വേപ്പർ പ്രഷർ സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നതിന് ശേഷം അടുത്ത ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ. ഫൈൻഡ് വേപ്പർ പ്രഷർ സൊല്യൂഷനിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടാൽ നേരെ ഇക്വേഷൻ ഉപയോഗിക്കാം. PS ഈക്വൽ ടു P01 x1. ക്ലിയർ? P01 vapor pressure of pure solvent, x1 mole fraction of solvent in the solution. പഠിച്ചില്ലേ? ഫൈൻഡ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ, യെസ്. ഇനി ബോർഡിൽ ശ്രദ്ധിക്കുക, ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വേപ്പർ പ്രഷർ മെത്തേഡ്. സിമ്പിൾ ഐഡിയ ആണ്, പെട്ടെന്ന് നോക്കുക. ഡെൽറ്റ P ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു x1 അല്ലേ കിട്ടിയത്? ഡെൽറ്റ P ബൈ P01 ഈസ് ഈക്വൽ ടു കിട്ടിയത് x1 ആണോ x2 ആണോ? x2 അല്ലേ കിട്ടിയത്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ x2 ഈക്വൽ ടു എന്തായിരിക്കും? n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ശരിയല്ലേ? ഇനി നമ്മൾ പറയുന്നത് സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ n1 എന്നത് അല്ലെങ്കിൽ n2 എന്നത് n1നെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും. അതായത് വളരെ കുറച്ച് സൊല്യൂട്ടും കൂടുതൽ സോൾവെന്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ട് വളരെ കുറവായിരിക്കും, സോൾവെന്റോ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നെഗ്ലിജിബിൾ ആയിരിക്കും. ആ കൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇഫ് ദി സൊല്യൂഷൻ ഈസ് ഐഡിയൽ, number of moles of the solute is far less yes, if the solution is ideal, number of moles of the solute is far less than number of moles of the solvent. അപ്പോൾ n1 plus n2 എത്രയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n1. അങ്ങനെയാണെങ്കിൽ x2 ഈക്വൽ ടു കിട്ടും n2 by n1 കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഐഡിയ ഉപയോഗിക്കുക. n2 ഈക്വൽ ടു W2 by M2, n1 W1 by M1. അറിയുന്നതാണല്ലോ, നമ്പർ ഓഫ് മോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ P ഡിവൈഡഡ് ബൈ P01 ഈസ് ഈക്വൽ ടു W2 by M2 by W1 by M1. ഓക്കെ, അപ്പോൾ ഡെൽറ്റ P by P01 ഈക്വൽ ടു W2 into M1 by W1 into M2. അപ്പോൾ M2 ഈക്വൽ ടു ആയിരിക്കും W2 into M1 by W1 into ഡെൽറ്റ P by P01. ഓക്കെ, ഇതാണ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ഏത് മെത്തേഡ്? വേപ്പർ പ്രഷർ മെത്തേഡ്. ഓക്കെ, ഈ കൺസെപ്റ്റ് എന്നാൽ കാര്യമായി അറിയേണ്ടത്. സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ
സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് സോൾവെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോഴാണ് N1 + N2 അപ്രോക്സിമേറ്റ് ഈക്വൽ എന്ത് N1 ആകുന്നു. ബാക്കി സിമ്പിൾ സ്റ്റെപ്പാണ്. ക്ലിയർ? ഇനി നമുക്ക് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബാക്കിയുണ്ട്. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പേര്? യെസ്, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഇത് പൈ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുക ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് 2 കണ്ടെയ്നറാക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ് കേട്ടോ. ഇത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? it allows the passage of only in the solvent molecules. Okay, ഇത് മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എ എന്ന കണ്ടെയ്നർ, ഇത് ബി എന്ന കണ്ടെയ്നർ. ഓക്കെ, ഇനി ബി എന്ന കണ്ടെയ്നറിൽ ഞാൻ വാട്ടർ എടുക്കും കേട്ടോ. വാട്ടർ, പിന്നെ വാട്ടറും ഗ്ലൂക്കോസും മിക്സ് ആക്കിയിട്ട് ഒരു 1 മോളാർ ഗ്ലൂക്കോസ് സൊല്യൂഷനാണ് ഇതിലെടുത്ത് എ എന്ന കണ്ടെയ്നറിൽ എടുത്തത്. ഇത് നമുക്കറിയാം, ഇതിലും വാട്ടർ ഉണ്ട്, ഇതിലും വാട്ടർ ഉണ്ട്. പക്ഷേ ഇതിലല്ലേ യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ വാട്ടർ ഉണ്ടാവില്ല. അപ്പോൾ സോൾവെന്റ് ആയ വാട്ടർ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും. ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇവിടെ എവിടെയാണോ സോൾവെന്റ് യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ, അതിനാണ് കൂടുതൽ എന്തുണ്ടാവുക? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ സോൾവെന്റ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയല്ലേ മൂവ് ചെയ്യുക. അപ്പോൾ ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യും. എങ്ങോട്ടേക്ക്? ബിയിൽ നിന്ന് എയിലേക്ക്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നത് വെച്ചാലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എവിടെയാണ് കൂടുതൽ? ബിയിൽ. അതിന് കാരണം സോൾവെന്റ് മോളിക്യൂളിന്റെ എണ്ണം യൂണിറ്റ് വോളിയത്തിൽ എവിടെയാണ് കൂടുതൽ? പ്യുവർ വാട്ടറിലാണ്. മനസ്സിലായില്ലേ? മറ്റേതിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുമല്ലോ ആ ഏരിയയിലെ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിനെ ഓസ്മോസിസ് എന്ന് പറയും. എന്താ പറയുക? ഓസ്മോസിസ്. അപ്പോൾ എന്താ ഓസ്മോസിസ്? ഓസ്മോസിസിന് ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ഐഡിയ കൂടി നോക്കുക. ഇത് 1 മോളാർ ഗ്ലൂക്കോസ് അല്ലേ? 1 മോളാർ ഗ്ലൂക്കോസ്. ഇത് ഒരു 2 മോളാർ യൂറിയ ആയിരിക്കാം. അപ്പോൾ ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ, ഇവിടെ അല്ലേ കൂടുതൽ കോൺസെൻട്രേഷൻ? ഇത് എക്സ്, ഇത് വൈ ആയിരിക്കാം. ഇതിൻ്റെ ഡയറക്ഷൻ ഓർമ്മയില്ല, എങ്ങനെ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്ത്? ഓക്കെ, ഇതിപ്പോൾ എന്തായാലും ഇവിടെയല്ലേ സൊല്യൂട്ട് കൂടുതലുള്ളത്. കാരണം 2 മോളിൻ്റെ ഇതിൽ 1 മോളയിൽ 1 ലിറ്ററിൽ. ഇപ്പോൾ സൊല്യൂട്ട് കൂടുമ്പോൾ സോൾവെന്റ് കുറയും. അപ്പോൾ ഇവിടെ സോൾവെന്റ് കുറയും, ഇവിടെ സോൾവെന്റ് കുറവാണ്. ഇവിടെ അല്ലേ സോൾവെന്റ് യൂണിറ്റ് കൂടുതൽ കൂടുതൽ. അപ്പോൾ യൂണിറ്റ് കൂടുതൽ കൂടുതൽ സോൾവെന്റ് എക്സിലാണെങ്കിൽ ഓസ്മോസ് നടക്കുക. ഇതിലെ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഓസ്മോസ് നടക്കുക ഇങ്ങോട്ടത് താഴോട്ട്. മനസ്സിലായ? താഴോട്ട് നടക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ്, ഇത്രയും ഈ പ്രോസസ്സിന് ഓസ്മോസ് ആണ്. വാട്ട് ഈസ് ഓസ്മോസ്? ഒന്നുകിൽ പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബയോളജി നിങ്ങൾ പഠിക്കുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ പഠിച്ചിട്ടുണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ അവിടെ കോൺസെൻട്രേഷൻ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ എടുക്കുക. മനസ്സിലായോ? നമ്മളിവിടെ ഏതിന്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നത്? സൊല്യൂട്ടിന്റെ. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, വാട്ട് ഈസ് ഓസ്മോസിസ്? The flow of solvent molecules from pure solvent to solution, or from lower concentration to higher concentration through a semi-permeable membrane. Board leave this. The flow of solvent molecules from pure solvent to solution, from pure solvent to solution, or from lower concentration to higher concentration through a semi-permeable membrane. Membrane is called osmosis. Okay,
ഇനി അടുത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പ്രഷർ, ഇവിടെ ഏതിലാണ് പ്രഷർ കുറവ്, എയിലാണോ പ്രഷർ കുറവ്, ബിയിലാണ്, എയിലെ. അപ്പോൾ ആ രണ്ട് പ്രഷർ തുല്യമായാൽ സോൾവെന്റ് ഫ്ലോ നടക്കും, രണ്ട് ഭാഗത്തേക്ക് നടക്കില്ല. അപ്പോൾ എവിടെ നമ്മൾ പ്രഷർ കൂട്ടണം, എയുടെ ഭാഗത്ത്. അപ്പോൾ എയുടെ ഭാഗത്താണ് സൊല്യൂഷൻ്റെ ഭാഗത്താണ് സോൾവെന്റ് ഭാഗത്താണ്, സൊല്യൂഷൻ്റെ ഭാഗത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൈഡിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. ഇതിലാണെങ്കിൽ എവിടെയാണ് പ്രഷർ കുറവ്, ഇവിടെയല്ലേ പ്രഷർ കുറവ് അല്ലേ, ഇവിടെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ദി മിനിമം എക്സസ് പ്രഷർ, ദി മിനിമം എക്സസ് പ്രഷർ, ദി മിനിമം എക്സസ് പ്രഷർ, എക്സസ് പ്രഷർ which must be applied to the solution, to stop osmosis, is called osmotic pressure, okay. So what is osmotic pressure? The minimum excess pressure which must be applied to the solution to stop osmosis. അതാണ് എന്ത് പറയാം, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, യെസ്. ഇനി വൺ ഹോഫ് ആണ് ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു വൺ ഹോഫ് is pi proportional to c ആണ്. ഇവിടെ c എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി കേട്ടോ. പണ്ട് c is c is equal to molarity. Osmotic pressure pi proportional to concentration in molarity at a particular temperature. അതേപോലെ തന്നെ pi proportional to t ആണ്. അവിടെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. t എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ഈ രണ്ട് റിലേഷൻ ക്ലബ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, pi proportional to ct കിട്ടും. pi is a constant into ct കിട്ടും. ആ കോൺസ്റ്റന്റിനെ സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. പക്ഷേ ദാറ്റ് സൊല്യൂഷൻ കോൺസ്റ്റന്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പൈ ഈസ് എന്ന് എഴുതിയാൽ CRT. ഓക്കെ, പൈ ഈസ് CRT കിട്ടി. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി, ആർ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഒ ടെമ്പറേച്ചർ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആറിൻ്റെ വാല്യൂ 0.0821. ഓക്കെ, 0.0821 ലിറ്റർ അറ്റ്മോസ് പെർ കെൽവിൻ പെർ മോൾ. ഇത് ഉപയോഗിക്കുക എപ്പോഴും, ഇഫ് പൈ ഗിവൺ ഇൻ അറ്റ്മോസ്. മനസ്സിലായില്ലേ? പൈയുടെ വാല്യൂ അറ്റ്മോസ് തന്നാൽ. അതേപോലെ ആർ ഇസ് ഈക്വൽ ടു 0.083 ബാർ dm³ പെർ കെൽവിൻ പെർ മോൾ എടുക്കുക എപ്പോഴും, ഇഫ് പൈ ഗിവൺ ഇൻ ബാർ. ഓക്കെ, ടെമ്പറേച്ചർ എപ്പോഴും ഏതിൽ ഉപയോഗിക്കാം, കെൽവിൻ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത്തിരി മനസ്സിലായി, ടെമ്പറേച്ചർ കെൽവിൻ തന്നെ എടുത്താൽ മതി. വെരി ക്ലിയർ ആയല്ലോ? യെസ്. ഇനി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. സിമ്പിൾ ഐഡിയ ആണ്. ഇനി അധികം പ്രോബ്ലംസ് ലാസ്റ്റ് ഭാഗം അധികം ഐഡിയ ടഫ് അല്ല കേട്ടോ. യെസ്, ആദ്യം നിങ്ങൾ പറയാം പൈ ഈക്വൽ ടു CRT അല്ലേ. CRT C എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി അല്ലേ, അത് N2 ഡിവൈഡഡ് ബൈ V മോൾസ് പെർ ലിറ്റർ. എന്താ N2? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ആ N2 നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതുക, N2 ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 അല്ലേ. V എന്നാണ് അറിയാം, V വോളിയം ഓഫ് സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്, അതായത് മില്ലി ലിറ്റർ തന്നാൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ what is C equal to W2 ഡിവൈഡഡ് ബൈ M2 ഡിവൈഡഡ് ബൈ V അല്ലേ. എന്ന് പറഞ്ഞാൽ W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V കിട്ടിയോ? അപ്പോൾ പൈ ഈക്വൽ കിട്ടും, പൈ ഈക്വൽ W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V ഓക്കെ ഇൻറ്റു RT. അപ്പോൾ നേരെ M2 ഈക്വൽ കിട്ടും, M2 ഈക്വൽ ടു W2 ഇൻറ്റു RT ബൈ പൈ.
പഠിച്ചില്ലേ 4 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആയി. നാലാമത്തെ മോളിക്കുലർ മാസ് ഇക്വേഷൻ ആണ് W2 × RT / pi v. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ പറയുക, പൈ ഈക്വൽ ടു CRT. C മൊളാരിറ്റി ആണ്. C ഈക്വൽ ടു N2/V മോൾസ് പെർ ലിറ്റർ. N2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അത് നമ്മൾ W2/M2 എടുക്കുക. എന്താ W2 മാസ് ഓഫ് സൊല്യൂട്ട് എങ്കിലാ, എന്താ M2 മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ. V ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. C അപ്പോൾ C ഈക്വൽ ടു W2/M2/V, ദാറ്റ് ഈസ് ഈക്വൽ ടു W2/M2 × V. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു W2/M2V × RT. therefore M2 ഈക്വൽ ടു W2 × RT/pi v. ഓക്കെ. യെസ്. ഇനി നമുക്ക് ശരിക്കും ഹൈപ്പർടോണിക് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനെ കുറിച്ച് പറയണം. പക്ഷെ അത് ഞാൻ ഒരു ടേം ഉണ്ട്, വാൻ ഹോഫ് ഫാക്ടർ. അത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? ആദ്യം വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, വാൻ ഹോഫ് ഫാക്ടർ I എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. I വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: is the ratio between observed colligative property and normal colligative property. is called Van Hoff factor. ഞാൻ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഇപ്പം എൻട്രൻസ് യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I is equal to എന്ന് പറയാൻ പറ്റും observed colligative property divided by normal colligative property. Observed colligative property divided by normal colligative property.